എടാ ദേ അവിടെ നമ്മുടെ ക്യാമറയിലൂടെ ഇടയ്ക്കൊന്ന് ഫേസ് ചെയ്യണേ. എന്താ വാ തുറന്ന് അപ്പൂപ്പന്റെ കമന്റ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാ തുറന്ന് വെച്ച് നിക്കണത്? വാ തുറന്ന് വെച്ച വായന്റെ ഉള്ളിൽ മറ്റേ വവ്വാല് വന്ന് അപ്പിടുന്നു. അതിനുശേഷം എപ്പോ വാ തുറന്നാലും വവ്വാലിനെയാണ് ഓർമ്മ വരുന്നത്. വവ്വാലിനെ ഓർമ്മ. പിന്നെ ഹെയർ കൊണ്ടിട്ട് കുറച്ച് പരിപാടി എന്നെ ഒന്ന് പഠിപ്പിച്ചത്. എന്താ ഹെയർ കൊണ്ട് ചെയ്യുന്നത്? ഹെയർ കൊണ്ട് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് സ്റ്റൈലാണ്. എങ്ങനെ പഠിപ്പിച്ച സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ 1 ഇങ്ങനെ ഓക്കെ വേണമെങ്കിൽ അങ്ങനെ ചരിഞ്ഞൊക്കെ ഇരിക്കും. ഓക്കെ എന്തൊക്കെ സ്റ്റൈൽസ് കാണണം നിങ്ങളുടെ ഇടയില്. അപ്പം കുറെ സ്റ്റൈൽസ് ഒക്കെ ഇറക്കുന്നുണ്ട്. ഓക്കെ നന്ദപ്പന് ഇതേ കമന്റ് വന്നത്. നന്ദപ്പന്റെ കമന്റ്സ് എന്തായിരുന്നു? കേട്ടൻ ചെസ് നമ്പർ കുത്തി വെച്ച് ആ ടൈമിൽ ഞാൻ ചെസ് നമ്പർ കുത്തിയിട്ടുണ്ട്. ചെസ് നമ്പർ കുത്തിയിട്ട് സ്റ്റൈൽ അടിപൊളിയാണെന്ന് പറഞ്ഞു. നല്ലൊരു ക്രഷ് ഉണ്ട്. ഈ ഹെയർ സ്റ്റൈല് ആ കൂട്ടത്തിൽ എങ്ങനെ കാണാൻ പറ്റിയത്? നിങ്ങളുടെ മുടിയൊക്കെ വേറെ ഇതല്ലായിരുന്നോ? നമ്മുടെ ഒക്കെ വട വെച്ച് കിട്ടും, അവിടെ കെട്ടാൻ പറ്റൂലല്ലോ. ഫാമിലിയുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഫുൾ സപ്പോർട്ടാണ്. ആണ്. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ആണെന്നൊക്കെ ഇവര് പറഞ്ഞപ്പോഴേ ക്യാപ്റ്റന് ഒരു ഉഷാറില്ല. ഇവരെയൊക്കെ കൊണ്ട് വലഞ്ഞിട്ടാണ് കഷ്ടപ്പാടാണ്, ഭയങ്കര പണിയാണ്. അത് സത്യത്തിൽ നിങ്ങളുടെ കുറെ വേർഷൻ കണ്ടിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഷൻ ഏതായിരുന്നു? അത് തന്നെ. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ഇത് കണ്ടു. അവിടെ ഉള്ളവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞിട്ട്? അങ്ങനെ ചെയ്യൂന്ന് വെറുതെ നമ്മ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാന്ന രീതിക്കാണ് നമ്മ ചെയ്തത്. പക്ഷെ ഇത്ര ആവോന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അവരും കുറച്ച് ടീം ഉണ്ടായിരുന്നു അവിടെ. കളി കഴിഞ്ഞ് എല്ലാരും ഇറങ്ങണ ടൈമായിരുന്നു. ടീം കളിച്ച് ഞങ്ങൾ കളി കണ്ടാണ് എല്ലാരും തിരിഞ്ഞ് വന്ന് ഞങ്ങളുടെ കളി കണ്ടോണ്ടിരുന്നത്. നിങ്ങളിപ്പം പലരും കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന ആരും ഇല്ലല്ലോ. ഇപ്പൊ എത്ര വർഷമായപ്പോ ഇവിടെ? നിങ്ങൾ എല്ലാവരും സത്യം പറഞ്ഞാൽ 10 വർഷം 8 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ ഈ അടുത്ത് വന്ന 2-3 മാസമായിട്ട്. എത്രല്ലോ? ഞാൻ 10th. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അയ്യോ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. ആര്യ 10 വർഷമായി അല്ലേ ഇവിടെ? ഞാൻ 14 വർഷമായി. ഓ അപ്പൊ 4 വയസ്സ് മുതല് ചെറുപ്പം മുതലേ ഇവിടെ പഠിക്കുക. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ സ്കൂളില് എന്താ അതിനുശേഷം ക്ലാസ്സിലൊക്കെ പോയപ്പോഴത്തേക്ക് എന്തായിരുന്നു ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ? ഇന്ന് എന്നിട്ട് എല്ലാവരും പറഞ്ഞു ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റണില്ല, നിങ്ങള് മാത്രമുള്ളു, റിഫ്രഷ് ആക്കി മടുത്തെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ തന്നെ ഈ കോളേജ് സ്റ്റുഡൻസ് ആരൊക്കെയാ? കോളേജിലായിരിക്കും അപ്പൊ താരങ്ങൾ ഇറങ്ങിയത്. എന്തായിരുന്നു ആര്യ പറ? കോളേജിൽ ചെന്നിട്ട്? കോളേജിൽ ഞാൻ പോയിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല. പക്ഷെ ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എല്ലാരും മെൻഷൻ ചെയ്തിടപ്പോ തന്നെ എന്താണ് ആര്യമോളെ ഈ കാണുന്നത്, എന്താണ് ഫീഡ് മൊത്തം നീയാണ് കൊണ്ടാറടക്കാൻ നീ ആ വീട് വന്നു. പിന്നെ വേറെ ആരെങ്കിലും അല്ലാണ്ട് എന്താ പറയാ സെലിബ്രിറ്റീസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചോ? അങ്ങനെ ആരൊക്കെ കമന്റ് ചെയ്തത്? കമന്റ് ചെയ്തു. വേറെ ഇതുപോലെ പ്രോഗ്രാം എൻക്വയറീസ് ഹനാൻഷ ഫാൻസ് എത്ര പേരുണ്ട് ഇപ്പൊ? ഓ ഹനാൻഷയുടെ ഒരു പാട്ടെന്ന് ആയിക്കോട്ടെ. ഹനാൻഷയുടെ പാട്ട് ഒരു ഹനാൻഷയുടെ ഒരു പാട്ട് ആയിക്കോട്ടെ. ചിറാപ്പൂഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പൂഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പൂഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പൂഞ്ചി മഴയത്ത്. പാലുമ്പഴമായല്ലോ. 2 വരി ഈ 2 വരി മാത്രം ശരിക്കും. പക്ഷെ ആ പാട്ട് കുറെ അങ്ങനെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ സകലകല വല്ലഭമാരാണല്ലോ. പാട്ട്, ഡാൻസ്, ഇനി വേറെ എന്തൊക്കെയുണ്ട്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് വേറെ എന്തൊക്കെയുണ്ട്? ആർക്കൊക്കെ സ്കിൽസ്? ഫുട്ബോൾ അമ്പടി. പറ ഫുട്ബോൾ വിശേഷങ്ങൾ പറ. നല്ലത്. ഞാൻ ഇപ്പൊ 10th ആയ കാരണം നിർത്തി വെച്ചേക്കാണ്. ഫേവറേറ്റ് പ്ലെയർ? റൊണാൾഡോ. അടിപൊളി. വേറെ ആർക്കെങ്കിലും ഇതുപോലെ മാർഷൽ ആർട്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? നിങ്ങളുടെയൊക്കെ അംബീഷൻ എന്താ? ഡാൻസ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ഒക്കെ അംബീഷൻസ് ഉണ്ടോ? സിനിമ അഭിനയിക്കാൻ ഇഷ്ടമാണ്. എല്ലാരും നോട്ട് ചെയ്തോണേ. അഭിനയിക്കാൻ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള നടിമാരൊക്കെ ഉണ്ടോ? ഇഷ്ടമാണ്. അടിപൊളി. ഇപ്പൊ ഒരാള് പറഞ്ഞു നടിയാവണം എന്ന്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും കരിയർ ബേസിൽ എന്തൊക്കെ ആകണം എന്ന് ആഗ്രഹം? എനിക്ക് പ്ലെയർ ആവണം. ഫുട്ബോൾ പ്ലെയർ ആവണം എന്ന് നമ്മൾ അധികം പക്ഷെ
നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കണ്ടിട്ടില്ല. അപ്പൊ എന്തൊക്കെയാ അതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാ എടുത്തിട്ടുള്ളത് ഇപ്പൊ തന്നെ? വെച്ചാല് ഞാനിപ്പോ നിർത്തി വെച്ചേക്കാനാണല്ലോ. 10th ഇനി +1 10th ഇനി +1 ഇനി അതിലോട്ട് എന്തെങ്കിലും നോക്കണം. വീട്ടിലൊക്കെ കട്ട സപ്പോർട്ടാണ്. സപ്പോർട്ടാണ്. അവര് വീട്ടുകാരാണല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ബാക്ക് ബോൺ. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഇവിടെ ഈ നൈറ്റ് വരെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അതിനുശേഷം വിളിക്കാൻ എല്ലാരെയും വീട്ടിലും വിളിക്കാനൊക്കെ വരും. എങ്ങനെയാ? എല്ലാരും വീട്ടിൽ കൊണ്ടാക്കി തരും. ഓ അത് അടിപൊളി. അങ്ങനെ അത്രയും അതുകൊണ്ടായിരിക്കും വീട്ടുകാർക്ക് ഇത്രയും ട്രസ്റ്റ് അല്ലേ ഇവിടെ വിടാനായിട്ട്. മോൾക്ക് എന്തായിട്ടാ ഇപ്പൊ 10th എന്താണ് കരിയറിൽ? ഡാൻസ് തന്നെയാണോ അതോ? ഇല്ല, ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചേച്ചിമാരടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ? പറയാറുണ്ടോ? ഇങ്ങനെ +1 +2 എന്തെടുക്കും അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. അതെ. ഇവിടെ ഞാനിപ്പോ BSc റേഡിയോളജി ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ പോവാനായിട്ട് അതിന്റെ കൂടെ ഡാൻസും. ഇവിടെ ഞാൻ ലാബ് ടെക്നീഷ്യൻ ആണ്, വർക്കിംഗ് ആണ്. അപ്പൊ ഇതിനിടയിൽ എങ്ങനെ ഈ ടൈം കിട്ടുന്നത് ഇവിടെ വരാനും? വർക്ക് കഴിഞ്ഞ് വന്ന ടൈമിലാണ് ഞാൻ പഠിക്കണത്. വർക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണോ വരാറ്? ഇങ്ങോട്ട് വരാറ്. അപ്പൊ റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. എല്ലാ ദിവസവും വരാറുണ്ടോ? സൺഡേ ഉണ്ടാവാറുണ്ട്. സൺഡേ എനിക്ക് ഡ്യൂട്ടി ഉച്ചവരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരാം. സമ്മതിക്കണം, കമ്മിറ്റ്മെന്റ് അല്ലേ? അത്രയും വർക്ക് ചെയ്തിട്ട് അത്രയും എത്ര മണിക്ക് വരാറപ്പോ? ഡ്യൂട്ടി ഉച്ചക്ക് ഉണ്ടെങ്കിൽ 1:30 2 മണിയൊക്കെ 3 മണി ആ ടൈം ആകുമ്പോ. അടിപൊളി. എവിടെയോ? ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുക. അപ്പൊ ആ രീതിയില് ഞാൻ വർക്കിംഗ് ആയിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ ഫുൾ കോൺസെൻട്രേഷൻ ഡാൻസിലാണ്. അതെ. ക്യാപ്റ്റൻ? ഞാൻ ഡിഗ്രി 3rd ഇയർ എക്കണോമിക്സ് പഠിക്കണം. ബികോമോ? എക്കണോമിക്സ്. ഓക്കെ. ഞാൻ BA മലയാളം പഠിക്കണം. ടീച്ചർ ആവാനാണ് ആഗ്രഹം. മലയാളം. അതെ, നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കുന്ന ഒരാള്. എങ്ങനെയാ കുട്ടികളൊക്കെ ഇപ്പൊ കുറവാണോ മലയാളം പഠിക്കാനായിട്ട്? എന്നാലും പിള്ളേരുണ്ട്. ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരുണ്ട്. ടീച്ചർ ആവണം, സാറാവണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ ഇഷ്ടമാണ് മലയാളം പഠിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ട് പഠിച്ചു. ഓക്കെ. ഇവിടെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സോഷ്യോളജി. അപ്പൊ എങ്ങനെ കരിയർ രീതിയിൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡാൻസ് അങ്ങനെ, പിന്നെ സിനിമ കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ പോവാനായിട്ട്. നല്ല ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ അതിനിടയിൽ? വലുതായിട്ട് അങ്ങനെ അല്ലെങ്കിലും ഷോർട്ട് ഫിലിം ഒക്കെ വന്നിട്ടുണ്ട്. സ്ട്രഗ്ലിംഗ് ആണോ ഓഡീഷൻസിനൊക്കെ പോയി കിട്ടാൻ? അതെ. എന്താ ഏറ്റവും കൂടുതൽ സ്ട്രഗ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? മറ്റേ കാസ്റ്റിംഗ് കോളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് കാണുമ്പോ ഞങ്ങൾ പോകും അങ്ങോട്ട്. അവിടെ ചെന്നിട്ട് എന്താ പറയാ, കൊറേ നേരം അവര് നമ്മളെ വലിപ്പിക്കൂട്ട്. അങ്ങനത്തെ കൊറേ ഇതൊക്കെ ഉണ്ട്. ചെന്നിട്ട് ഇവിടെ സംസാരം കേൾക്കുമ്പോ തന്നെ എല്ലാരും ചിരിയാണല്ലോ. ഞാനൊന്ന് വെറുതെ നോക്കിയാൽ പോലും ചിരിക്കും എല്ലാരും. എന്നെ കൊണ്ട് ഞാൻ തോറ്റു തന്നെ തോറ്റു എന്നൊക്കെ. ഇവിടെ എന്താ നന്ദപ്പൻ എന്താ? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ബോട്ടണി എടുത്തേക്കണം. സൈഡിൽ കൂടെ ഡാൻസും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം. നിങ്ങൾ രണ്ടാളും ഒരു കോഴ്സാണോ? അല്ല, ഞാൻ ഒക്യുപേഷണൽ തെറാപ്പി. ജോബായോ അതോ? ഇല്ല, ഞാൻ 1 year ആയിട്ടുള്ളൂ. 1 year ആയിട്ടേ ഉള്ളൂ. അടിപൊളി. ഇതിൽ വേറെ ആർക്കെങ്കിലും ആക്ടിംഗ് ഒക്കെ പാഷൻ ഉള്ളവരുണ്ടോ? ഫ്യൂച്ചറിൽ ഒരു ഡാൻസ് സ്കൂൾ ഈ കൂട്ടത്തിൽ ഇടാൻ ആഗ്രഹമുള്ളതാരാ? എല്ലാം നീ തന്നെയാണോ? എല്ലാം നീ തന്നെ. വേറെ ആർക്കും ഡാൻസ് സ്കൂളൊന്നും ഇടാൻ താല്പര്യമില്ല? ഓക്കെ. ആര്യ ഡാൻസ് സ്കൂൾ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവിടുത്തെ മെയിൻ കുറച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ആര്യയുടെ ഒരു ഡാൻസ് സ്കൂളില്? നമ്മൾ ആര്യയുടെ ഡാൻസ് സ്കൂളിൽ ഫ്യൂച്ചറിൽ പിള്ളേർ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും ഗുണം? സൂപ്പറായിട്ട് ആണല്ലേ? സ്റ്റൈല് അല്ലാണ്ട് എന്റെ ഡാൻസ് ക്ലാസ് എനിക്കിപ്പോ നാളെ എല്ലാരും നോക്കാതെ ആര്യനെ നോക്കാതെ ഇനി പറഞ്ഞു ആരും കാണുന്നില്ല. എന്റെ ഡാൻസ് ക്ലാസ്സിൽ ഇപ്പൊ എന്താണ്, ഞാനൊരു ഡാൻസ് ക്ലാസ് ഇട്ടാല് ഇതേപോലത്തെ ഡാൻസ് ക്ലാസ് ഇടും ഞാൻ. ഇതേപോലത്തെ പിള്ളേരെ കിട്ടണമെന്നാണ്. സാറൊക്കെ മറ്റേ അതെ, എല്ലാരും നൈസാണ്, അടിപൊളിയാണ്, എല്ലാരും നല്ലവരാണ്. അപ്പൊ ഇവരുടെ ഫുൾ ടീം ഇതാണ് ഇവരുടെ സാറ്. രണ്ടുപേരും സാറുമാരല്ലേ? 2 സാറുമാര്. എന്താ സാറിന്റെ സാറാ അത്? ഓക്കെ. വലിയ സാറ് അതും പിന്നെ അവരും അല്ലേ? ആ സാറിന്റെ മക്കള് ലൈവ്ലി ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്യാം. ഒന്ന് ക്ലാപ്പ് ചെയ്തോ.